ഉച്ചയോടുകൂടി രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നിന്നും ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന ആരും രക്ഷപ്പെട്ടതായ വിവരമില്ല എന്ന് പോലീസ് മേധാവിയാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ സമീപത്തുള്ള മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്നു വീഴുകയുണ്ടായത്. ക്യാബിൻ ക്രൂ അംഗങ്ങളടക്കം വിമാനത്തിലുണ്ടായിരുന്ന 242 പേരും മരിച്ചു. അതുപോലെ മരിച്ചവരിൽ പത്തനംതിട്ട തിരുവല്ല സ്വദേശിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ഉച്ചയ്ക്ക് 1:38 അപകടമുണ്ടായത്. അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ 23-ാം നമ്പർ റൺവേയിൽ നിന്ന് AI-171 ബോയിങ് 787 ഡ്രില്ലിംഗ്നർ വിമാനം ലണ്ടനിലേക്ക് പറന്നുയരുകയാണ് ഉണ്ടായത്. 625 അടി ഉയരത്തിലെത്തിയ വിമാനത്തിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അപായ സന്ദേശം ലഭിക്കുകയും ചെയ്തിരുന്നു. വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സിഗ്നൽ ലഭിച്ചില്ല എന്നും വ്യക്തമാകുന്നു. പിന്നാലെ തകർന്നു വീഴുകയായിരുന്നു. വിമാനത്താവളത്തിന് സമീപത്തുള്ള BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്നു വീണത്. ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി അടക്കം 242 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. 169 ഇന്ത്യക്കാർ, 53 ബ്രിട്ടീഷ് പൗരന്മാർ, 7 പേർ പോർച്ചുഗീസുകാർ, അതുപോലെ ഒരു കനേഡിയൻ പൗരനും ഈ ഒരു ദുരന്തത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ലണ്ടനിൽ നഴ്സായി ജോലി ചെയ്യുന്ന തിരുവല്ല സ്വദേശിയായ രഞ്ജിത ഗോപകുമാറും ഇതിനോടൊപ്പം മരിച്ചതായ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. വിമാനം തകർന്നു വീണ മെഡിക്കൽ ഹോസ്റ്റലിൽ 400-ലധികം പേരുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന 5 പേർ മരിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇവരിൽ 20 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം. ഉച്ചയൂണിന്റെ സമയമായതിനാൽ തന്നെ കൂടുതൽ പേരും ഭക്ഷണശാലയിലായിരുന്നു. ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്ന് വീഴുകയാണ് ഉണ്ടായത്. അപകടം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഫയർഫോഴ്സും പോലീസും മറ്റ് മെഡിക്കൽ സംവിധാനങ്ങളും രക്ഷാപ്രവർത്തകരും എത്തിയെങ്കിൽ പോലും സ്ഥലത്ത് ഉണ്ടായ തീയും പുകയും മൂലം രക്ഷാപ്രവർത്തനത്തിന് തുടക്കത്തിൽ തന്നെ വലിയ തടസ്സം നേരിടേണ്ടി വന്നു. അതുപോലെ മൃതദേഹങ്ങൾ സിവിൽ ആശുപത്രിയിലും സമീപത്തുള്ള മറ്റ് ആശുപത്രിയിലേക്കുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ദുരന്തത്തിന് പിന്നാലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതുപോലെ തന്നെ വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡുവും അഹമ്മദാബാദിലേക്ക് തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. ബോയിംഗ് വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടതിന് അസാധാരണമായിരിക്കെ തന്നെയാണ് എന്താണ് സംഭവിച്ചതെന്നതിന്റെ വലിയ ദുരൂഹതയും ഇപ്പോൾ നിഴലിക്കുകയാണ്. അതേസമയം അഹമ്മദാബാദിലെ വിമാന അപകടത്തിന് കാരണം എഞ്ചിനിൽ പക്ഷി ഇടിച്ചതാണ് എന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന എയർ ഇന്ത്യയുടെ AI-171 വിമാനത്തിന്റെ 2 എഞ്ചിനുകളിലും പക്ഷി ഇടിച്ചതായി സംശയിക്കുന്നതായാണ് ഇവർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പക്ഷി ഇടിച്ചതിനെ തുടർന്ന് എഞ്ചിനുകൾ പൂർണ്ണമായും നിലച്ചതാകാമെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു അന്വേഷണത്തിൽ കൂടെ മാത്രമേ എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ വിമാനത്തിന് തകരാറുണ്ടോ എന്ന വസ്തുതകളെല്ലാം തന്നെ പുറത്തു വരികയുള്ളൂ. കാരണം നേരത്തെ വിമാനത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെ പങ്കുവച്ച വീഡിയോയിൽ വിമാനത്തിന് തകരാറുണ്ട് എന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ കൂടുതൽ അന്വേഷണങ്ങളും അന്വേഷിച്ച് എന്താണ് സംഭവിച്ചതെന്നതും വ്യക്തത വരേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.